നമസ്കാരം. പതിരും കതിരും. എം.പി. നാരായണപിള്ളയുടെ ജോർജ് റാമൻ്റെ കോടതി എന്ന കഥയിൽ ഇങ്ങനെ ഒരു പരാമർശമുണ്ട്. പാമ്പുകൾ വിശക്കുമ്പോൾ വാല് വിഴുങ്ങണം, ആന തുമ്പിക്കൈ തിന്നണം, നെല്ലിൻ്റെ വളം കതിര്, സ്വയം പര്യാപ്തിയില്ലാത്ത മടത്തിരാമൻ ശിക്ഷാർഹൻ. കേരളത്തിലെ തോറ്റ മന്ത്രിമാരും ജയിച്ചെങ്കിലും ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുന്നവരുമായ കുറേ CPM നേതാക്കളുണ്ട്. അവർക്ക് വല്ലാതെ വിശന്നിട്ടാണെന്ന് തോന്നുന്നു സ്വയം വാല് വിഴുങ്ങിയും തുമ്പിക്കൈ തിന്നും ജീവിക്കുകയാണ്. സ്വയം പര്യാപ്തത തീരെ ഇല്ലാത്ത അവസ്ഥ. പത്തനംതിട്ട ജില്ലയിലെ സഖാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉപ്പ് നോക്കാനും തൊട്ടുകൂട്ടാനുമുള്ള ഏക കനൽ തരിയാണ് ഞങ്ങളുടെ കോന്നി MLA KU ജനീഷ് കുമാർ അവർ. അദ്ദേഹം ഇപ്പോൾ വല്ലാത്ത ഒരു സങ്കടത്തിലാണ്. പത്തനംതിട്ട ജില്ലയിലെ 3 മണ്ഡലങ്ങളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച് ജനങ്ങളെ കണ്ട മുഖ്യമന്ത്രി കോന്നിയിൽ മാത്രം ചെന്നില്ലത്രേ. കോന്നിയെ തഴഞ്ഞേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ജനീഷ് കുമാർ ഇപ്പോൾ കരയുന്നത്. മുഖ്യമന്ത്രി സന്ദർശനത്തിനെത്തുന്ന കാര്യം തന്നെ ആരും അറിയിച്ചില്ല എന്നാണ് ജനീഷ് കുമാർ ഇപ്പോൾ പറയുന്നത്. എന്നാൽ മുഖ്യമന്ത്രി മലപ്പുറത്ത് പോയി കഴിച്ച വിരുന്നിലെ എല്ലാ വിഭവങ്ങളെപ്പറ്റിയും ജനീഷ് കുമാറിന് അറിയാം. ആവോലി വറുത്തതുണ്ടായിരുന്നു, ചിക്കൻ ലെഗ് പീസ് ഉണ്ടായിരുന്നു, കാടയുണ്ടായിരുന്നു, നെയ്മീൻ മാത്രം ഉണ്ടായിരുന്നില്ല. ഓരോന്നും എടുത്ത് മുഖ്യമന്ത്രി എത്ര വീതം കടിച്ചു എന്നും ജനീഷ് കുമാറിന് അറിയാം. പക്ഷേ ദുരന്ത മേഖലകളിൽ മുഖ്യമന്ത്രി വരുന്നതായി പുള്ളിക്ക് അറിയുകയേയില്ല. എന്തുകൊണ്ടാണ് ഈ MLA തൻ്റെ മണ്ഡലത്തിൽ സന്ദർശനം നടത്തി ഇവിടുത്തെ ദുരിതങ്ങൾ നേരിട്ട് കാണണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടാതിരുന്നത്? അതിനൊരു കാരണമുണ്ട്. അങ്ങനെ വിളിച്ചാൽ മുഖ്യമന്ത്രി അവിടെ എത്തും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വെറും 2000 വോട്ടിന് ഇത്തവണ കഷ്ടിച്ച് കടന്നുകൂടിയ തനിക്ക് അടുത്ത തവണ അതും കൂടി പോയി കിട്ടുമെന്നൊരു ഭയം ജനീഷ് കുമാറിനുണ്ടായി. കാരണം അദ്ദേഹം ക്യാമ്പിലെത്തിയാൽ സകല മനുഷ്യരെയും തൊട്ടുതലോടി കുശലം ചോദിച്ച് പ്രയാസങ്ങൾ നേരിട്ട് കണ്ട് പരിഹാരം നിർദ്ദേശിക്കും. അത് ഇന്നത്തെ സാഹചര്യത്തിൽ പാർട്ടിയെ സംബന്ധിച്ച് ക്ഷീണമാണ്. കോന്നിയിൽ പിണറായി വന്നത് ഓർമ്മയില്ലേ? സംശയം ചോദിക്കാൻ എഴുന്നേറ്റ ഒരു സഖാവിനോട് പറഞ്ഞത് അതങ്ങ് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നാണ്. എന്നാൽ തെരഞ്ഞെടുപ്പിൽ തോറ്റു തുന്നം പാടാൻ പോകുന്ന സതീശന് രാഷ്ട്രീയ വനവാസത്തിന് വേണ്ടി മണ്ണീറയിലോ ഗുരുനാഥൻ മണ്ണിലോ പർണശാല കെട്ടാനുള്ള എല്ലാ സംവിധാനങ്ങളും ജനീഷ് കുമാർ നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു. അങ്ങനെ കോന്നിയിൽ വന്നാൽ ജനീഷ് കുമാർ തന്നെ പിടിച്ച് ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയി ഇരുത്തുമോ, മരവുരി ഉടുപ്പിക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള ഭയം മുഖ്യമന്ത്രിക്കുണ്ടായി. മാത്രവുമല്ല, മുഖ്യമന്ത്രി വരാതെ തന്നെ സ്വന്തം മണ്ഡലത്തിലെ കാര്യങ്ങൾ ഊർജ്ജസ്വലതയോടെ ചെയ്യാൻ പ്രാപ്തിയുള്ളയാളാണ് കോന്നി MLA. ആട്ടെ, 2018 പ്രളയകാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ കോന്നിയിൽ വന്നായിരുന്നു. വനം വകുപ്പിൻ്റെ ഓഫീസിൽ ചെന്ന ഉദ്യോഗസ്ഥരെ വിറപ്പിച്ചതുപോലെ അച്ചൻകോവിലാറിനെ ചൂണ്ടുമർമ്മം നോക്കി അടക്കിയിരുത്താനും ഇദ്ദേഹത്തിന് കഴിവുണ്ട്. നിയമസഭയിലെ ഒറ്റ പഞ്ച് ഡയലോഗിലൂടെ പ്രശസ്തനായ MLA ആണ് ഞങ്ങളുടേത്. ടീച്ചറമ്മ ഉറങ്ങുന്നില്ല സാർ, ഉറങ്ങുന്നില്ല സാർ. എന്തായാലും ആ ഒരു ഒറ്റ പ്രസംഗത്തിന് ശേഷം ടീച്ചറമ്മയ്ക്ക് ഉറങ്ങാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. ഹെലികോപ്റ്റർ മേലോട്ടല്ലേ പൊങ്ങുന്നത്, താഴെ ഇത്തിരി കോൺക്രീറ്റ് താണാൽ എന്താ എന്ന് ചോദിച്ച ആളുമാണ് MLA. എന്തായാലും പമ്പാനദി കയറിയ ഇടങ്ങളിലെല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സന്ദർശനം നടത്തി. ഞങ്ങളുടെ പാവം അച്ചൻകോവിലാറിനെ തീരെ മോശമാക്കി കളഞ്ഞു. ഇടഞ്ഞാൽ പമ്പയേക്കാൾ കുഴപ്പക്കാരിയാണ് അച്ചൻകോവിലാറ്. കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് ബുദ്ധിമോശമൊന്നും കാണിക്കല്ലേ, അടൂർ പ്രകാശിന് സീറ്റ് കിട്ടല്ലേ എന്ന് 3 നേരം വീതം ഈശ്വരനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ജനീഷ് കുമാർ ഇലക്ഷന് മുമ്പ് കിടന്നത്. ഗുരുവായൂരപ്പനെ കാണാൻ പോയതിന് പാർട്ടി വിശദീകരണം ചോദിച്ചെങ്കിലും ആൾ പരമഭക്തനാണ്. അതിൻ്റെ ഗുണമാണ് ജനീഷ് കുമാറിന് കിട്ടിയിട്ടുള്ളത്. എന്തൊക്കെയായാലും ഞങ്ങളുടെ കോന്നി മണ്ഡലത്തെ അവഗണിച്ച മുഖ്യമന്ത്രിയോടുള്ള കടുത്ത പ്രതിഷേധം ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ആറന്മുള ക്യാമ്പിലെ ഒരു അമ്മയെക്കൊണ്ട് നമ്മുടെ ബിജിലിമോൻ പറയിപ്പിച്ചത് കേട്ടല്ലോ. ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടല്ലയോ നിങ്ങളങ്ങ് ഭരണത്തിൽ കയറി പോയത്. ഇനി ഞങ്ങൾ കൈകാര്യം ചെയ്തു കൊള്ളാം. വിജയനായിരുന്നു നല്ലതെന്ന് ഞങ്ങൾ ഒന്നിച്ചങ്ങ് പറയും.